കൊള്ളാവുന്നൊരു സാധനം എനിക്ക് പറയാൻ പറ്റിയത് ഇതിൽ ധ്യാൻ ശ്രീനിവാസും വരുന്ന 2-3 പോർഷൻസ് ആണ്. ഭയങ്കര രസമായിരുന്നു. ആളുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ധ്യാന്റെ ക്യാരക്ടറും കൊള്ളായിരുന്നു. ഞാൻ വന്നിട്ട് ധ്യാന്റെ ഡയലോഗ് ഡെലിവറിയും ഡബിങ് ഒക്കെ നന്നായിട്ടുണ്ട്. പോലീസ് ആവാനുള്ള അവസാനത്തെ പടിവരെ ചവിട്ടി കേറിയില്ല എന്നും പറഞ്ഞ് നിൽക്കുന്ന ആളാ എന്റെ അണ്ണൻ. ബാക്കി പറയണ്ട. സിനിമയിൽ മൊത്തത്തിൽ നോക്കിയാലും നന്നായി ചിരി സമ്മാനിച്ച സീൻ എന്ന് പറയാനുള്ളത് ധ്യാൻ വിനീത് കോമ്പിനേഷനിൽ വരുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. എല്ലാ ടെസ്റ്റും പാസ്സായിട്ടും വയറിച്ചിരി കൂടുതലെന്ന് പറഞ്ഞ സാറേ എന്നെ ഒരു റിജക്ട് ചെയ്തു. അത്രയ്ക്ക് വലിയ താല്പര്യം ഉണ്ടെങ്കിൽ നീ ഈ വയറും കുറയ്ക്കണം. ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. എന്റെ പൊന്ന് സാറേ, ഒരു ശരാശരി മനുഷ്യൻ ജീവിക്കാൻ സാധ്യതയുള്ള 70 വർഷത്തിൽ ആദ്യത്തെ 20 വർഷം പാലുകുടി, ചോറ് കഴി, മുട്ട കഴി എന്നൊക്കെ പറഞ്ഞ് നാടും നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് നമുക്കൊരു ഫിഗർ ഉണ്ടാക്കി തരും. എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ അനർഗള നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ടു വീണു. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് പെണ്ണ് കെട്ടാൻ വയറ് പറ, ജോലി കിട്ടാൻ വയറ് പറ എന്നൊക്കെ പറഞ്ഞ് നാട്ടിലെ സകലമാന പ്രശ്നങ്ങളും നമ്മുടെ ഈ വയറും ശരീരവും കാരണമാണെന്ന് പറഞ്ഞ് നമ്മളെ മാനസികമായി തളർത്തി. എനിക്കിതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ട് ജീവിതം തള്ളി നീക്കി അവസാനം ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ പറ്റാതെ കുറ്റബോധത്തിൽ മരിച്ച് ജീവിക്കുന്നവരാണ് സാറേ പലരും. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. But I am different. സാർ കേട്ടിട്ടുണ്ടാവും, same but different. കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സാറ് കേട്ടോ, ഇഷ്ടപ്പെട്ട ആഹാരം ഇഷ്ടം പോലെ കഴിച്ച് ബൃഷ്ടാനം വെട്ടി വിഴുങ്ങി അവസാനം ഒരു ഫുഡ് ബ്ലോഗറായി മരിക്കണമെന്നുള്ളതാണ് സാറേ എന്റെ ആഗ്രഹം. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. അതൊരു ജോലിക്കും പെണ്ണിനും വേണ്ടി കളയാനുള്ളതല്ല. എന്റെ ലൈഫ്, ബിക്കോസ് ഇറ്റ്സ് മൈ ലൈഫ്, മൈ റൂൾസ് ആൻഡ് മൈ കുടവയർ ആൻഡ് ഐ ലവ് ഇറ്റ്.